ഇന്ന് നമുക്ക് ഛത്രപതി ശിവാജി മഹാരാജാവിന്റെ മകനായ സംഭാജിയുടെ കഥ പറയുന്ന ചാവ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് മുഗൾ സാമ്രാജ്യവും മറാത്തയും തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയാണ്. കുറെ വർഷങ്ങളായി നടക്കുന്ന ഈ യുദ്ധത്തിൽ ശിവാജി ഉള്ളതിനാൽ മറാത്തയ്ക്ക് പല സ്ഥലങ്ങളും നേടിയെടുക്കുവാനായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെ ശിവാജി മരണപ്പെടുന്നു. ഈ മരണം മുഗൾ സാമ്രാജ്യത്തിലുള്ളവർക്ക് സന്തോഷവും ഒപ്പം അവരുടെ ശക്തി വർദ്ധിക്കുന്നതിനും കാരണമായി. ഇനി മുതൽ എല്ലാ കൺട്രോളും തങ്ങളുടെ കൈവശം വരുമെന്നവർ കരുതി. മുഗൾ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. ശിവാജിയുടെ മരണവാർത്തയറിഞ്ഞ് ഔറംഗസീബ് ഒരുപാട് സന്തോഷിക്കുകയും മരണം ആഘോഷമാക്കുവാനായും തീരുമാനിച്ചു. മുഗൾ സാമ്രാജ്യത്തിലെ മറ്റൊരു സ്ഥലത്ത് ശിവാജിയുടെ മരണം ആഘോഷമാക്കുമ്പോൾ മറാത്തയുടെ ഒരു വലിയ സൈനിക പട തന്നെ അവിടേക്കെത്തും. മുഗൾ സൈന്യവും യുദ്ധത്തിനായി റെഡിയാകുന്നു. മറാത്തയെ ഇപ്പോൾ നയിക്കുന്നത് ശിവാജിയുടെ മകനായ സംഭാജിയാണ്. ശിവാജിയെ പോലെ തന്നെയായിരുന്നു സംഭാജിയും. അങ്ങനെ യുദ്ധം നടക്കും. യുദ്ധത്തിനിടയിൽ പെട്ടുപോയ ഒരു ചെറിയ കുട്ടിയെ രക്ഷിച്ചത് സംഭാജിയായിരുന്നു. ആ കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്യും. ആ ഒരു ആൺകുഞ്ഞിനെ കാണുമ്പോൾ സംഭാജിക്ക് തന്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനൊപ്പം ഇരിക്കുവാനായിട്ട് അവൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞിട്ടില്ല. അവൻ ആഗ്രഹിക്കും പോലെ അച്ഛന്റെ സ്നേഹവും അവന് കിട്ടിയിട്ടേയില്ല. രാജ്യത്തിനു വേണ്ടി ജീവിച്ച ആളാണ് അച്ഛൻ. അക്കാര്യമെല്ലാം ഓർത്ത് യുദ്ധം ചെയ്യുകയാണ് സംഭാജി. അതേസമയം ഒരു ഫയൽവാൻ അവിടേക്ക് വരും. അയാളും യുദ്ധത്തിൽ പങ്കെടുക്കവേ നന്നായി പ്ലാൻ ചെയ്ത് സംഭാജിയെ ഒരു സ്ഥലത്തേക്ക് വരുത്തി. അവിടെയുള്ള ഗേറ്റ് കടന്നതും സംഭാജി താഴേക്ക് വീണു. അതൊരു സിംഹക്കൂടായിരുന്നു. പക്ഷെ സംഭാജിക്കത് അറിയില്ല. താഴെ വീണ സംഭാജിയാണെങ്കിൽ സിംഹവുമായി മൽപ്പിടുത്തം നടക്കുന്നു. സംഭാജിയുടെ ഷീൽഡെല്ലാം അപ്പോൾ നഷ്ടമായി. സംഭാജി മരിച്ചു കാണുമെന്ന് ഫയൽവാൻ കരുതി. അങ്ങനെ നിൽക്കവേ എന്തോ ശബ്ദം കേട്ട് ഫയൽവാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു സംഭാജി. സംഭാജി ഫയൽവാനെ കൊന്നുകളഞ്ഞു. അങ്ങനെ ആ ഒരു സ്ഥലവും മറാത്ത സ്വന്തമാക്കി. യുദ്ധമെല്ലാം കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കവേ മാറുന്നത് തന്റെ കുട്ടിക്കാലത്തെ പറ്റി ചിന്തിക്കുകയാണ് സംഭാജി. അപ്പോൾ സംഭാജിക്ക് അടുത്തേക്ക് അമ്മാവൻ എത്തും. സംഭാജിയെ യുദ്ധമുറകളെല്ലാം പഠിപ്പിച്ചത് അമ്മാവനായിരുന്നു. അമ്മാവൻ എല്ലാവരോടും സംസാരിക്കുവാനായി സംഭാജിയെ കൂട്ടിക്കൊണ്ടു പോകും. യുദ്ധത്തിൽ ജയിച്ചതിന് തന്റെ കൂട്ടാളികളെ അഭിനന്ദിച്ച സംഭാജിയാണെങ്കിൽ നമ്മൾ പിടിച്ചെടുത്തത് ചെറിയ സ്ഥലമാണ്, ഇനി ഔറംഗസീബിനെ വീഴ്ത്തണമെന്നും അതിനുവേണ്ടി കൂടെ നിൽക്കണമെന്നും പറയും. അതിനുശേഷം സംഭാജിയുടെ രണ്ടാനമ്മയെ കാണിക്കുന്നു. അവർക്കൊരു മകനുണ്ട്. ആ മകനെ സംഭാജിയുടെ സ്ഥാനത്ത് എത്തിക്കണമെന്നാണ് രണ്ടാനമ്മയുടെ ആഗ്രഹവും. അതിനു വേണ്ടിയിട്ട് പല ഗൂഢതന്ത്രവും മെനയുന്നു. സംഭാജിക്കെതിരായ കുറച്ചുപേരും കൊട്ടാരത്തിലുണ്ട്. അവരും ഒപ്പം ചേരുന്നു. സംഭാജിക്കെതിരായ ചതികളാണ് അവിടെ മെനയുന്നതും. അതൊന്നും അറിയാതെ സംഭാജി കൊട്ടാരത്തിലേക്ക് എത്തും. സംഭാജി വിവാഹം കഴിച്ചതാണ്. ഭാര്യയുടെ പേര് യശുബായി. സംഭാജിയെ ആരതി ഒഴിഞ്ഞാണ് ഭാര്യ സ്വീകരിക്കുന്നത്. യുദ്ധത്തിന് പോയിട്ട് ഒരുപാട് നാളുകളായിരുന്നതിനാൽ പിന്നീടുള്ള ദിവസങ്ങൾ ഭാര്യയ്ക്കൊപ്പം ചിലവഴിക്കുവാനായിട്ടും സംഭാജി തീരുമാനിച്ചു. മുഗൾ വംശത്തിന് തങ്ങളുടെ സ്ഥലം നഷ്ടമായ കാര്യം മനസ്സിലായി. ഔറംഗസീബിന് വല്ലാത്ത ദേഷ്യം. ശിവാജിയുടെ മകനായ സംഭാജിയാണതിന് പിന്നിലെന്നറിഞ്ഞപ്പോൾ ഔറംഗസീബ് പറയുന്നത് ശിവാജിയെ കാണാൻ പലതവണ പോയപ്പോഴും സംഭാജി കുഞ്ഞായിരുന്നു. അന്നവന്റെ ധൈര്യം ഞാൻ മനസ്സിലാക്കിയതാണെന്നും ഔറംഗസീബ് പറയും. അങ്ങനെ ഔറംഗസീബ് തങ്ങൾക്ക് നഷ്ടമായ സ്ഥലം കാണണമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വശത്ത് സംഭാജിയുടെ കൊട്ടാരത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരാൾ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും. സംഭാജി അയാൾ പറഞ്ഞതിനെ പറ്റി ചർച്ച നടത്തും. അക്ബറിനെ പറ്റിയാണ് പറയുന്നത്. മുഗൾ രാജാവായ ഔറംഗസീബുമായി അക്ബർ പിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഭാജിയുടെ ഹെൽപ്പും സപ്പോർട്ടും വേണമെന്നാണ് പറയുന്നതും. സംഭാജിയുടെ കൂട്ടർ രണ്ട് അഭിപ്രായം പറയും. ഒരു കൂട്ടർ പറയുന്നത് അക്ബർ പണ്ട് ഔറംഗസീബിന്റെ ആളായിരുന്നല്ലോ, വിശ്വസിക്കരുതെന്നായിരുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്നും. അതേസമയം സംഭാജിയെ കാണാനായിട്ട് മറ്റൊരാൾ വരും. ആദ്യം അനുമതി കൊടുത്തില്ലെങ്കിലും സംഭാജിയുടെ നിർദ്ദേശപ്രകാരം അകത്തേക്കും വരുന്നു. സത്യത്തിൽ അത് ഔറംഗസീബ് അയച്ച ചാരനായിരുന്നു, അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുവാനായിട്ട്. അക്ബറിന്റെ കാര്യത്തിൽ സംഭാജി എന്ത് തീരുമാനമെടുത്തെന്നറിയില്ല. അക്ബറിനെ കാണുവാനായിട്ടും പോകും. അക്ബറിന്റെ പടയാളികൾ സംഭാജിയെ ആക്രമിക്കുവാനായി പോകുമ്പോൾ അക്ബർ അവരെ തടയും. എന്നിട്ട് സംഭാജി ഒരുപാട് പുകഴ്ത്തി പറയുന്നു. ഔറംഗസീബിനെതിരെ നിൽക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് അക്ബർ ആവശ്യപ്പെടുമ്പോൾ സംഭാജിയാണെങ്കിൽ മുഗൾ സാമ്രാജ്യം മുഴുവൻ നശിപ്പിക്കണമെന്നാണല്ലോ ചിന്തിക്കുന്നതും. അതിൽ അക്ബറും പെടുന്നതിനാൽ അക്ബറിനെ സഹായിക്കുവാനായിട്ടും തയ്യാറാകുന്നില്ല. എന്നിട്ട് സംഭാജി ചോദിക്കുന്നത്, അഥവാ ഞാൻ സഹായിച്ചാൽ ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ ചതിക്കുന്നത് ഞങ്ങളല്ല, സംഭാജിയുടെ കൂടെയുള്ളവരാണെന്നും അക്ബർ പറഞ്ഞിട്ട് തെളിവായിട്ട് രണ്ടാനമ്മ അക്ബറിന് അയച്ച കത്തും കാണിച്ചു കൊടുക്കുന്നു. അതിലെഴുതിയിരുന്നത് ഔറംഗസീബും സംഭാജിയുമായിട്ടുള്ള യുദ്ധത്തിൽ സംഭാജിയെ കൊന്നുകളയണമെന്നും
ആ സ്ഥാനത്തേക്ക് എന്റെ മകൻ വരണമെന്നും എന്തു വേണമെങ്കിലും ചെയ്യാമെന്നായിരുന്നു കത്തിൽ. അത് വായിച്ചതും സംഭാജിക്ക് ദേഷ്യം വന്നു. കൊട്ടാരത്തിലെത്തുകയാണ് സംഭാജി. എല്ലാ കാര്യവും ഭാര്യയും കൊട്ടാരത്തിലുള്ളവരും അറിഞ്ഞു. രണ്ടാനമ്മയെ സഹായിച്ച് എല്ലാവരെയും കണ്ടെത്തി സംഭാജി കൊന്നുകളഞ്ഞു. വിവരമറിഞ്ഞ അമ്മാവനാണെങ്കിൽ രണ്ടാനമ്മയെ ഒരുപാട് വഴക്ക് പറയും. വഴക്ക് പറയുന്നതെല്ലാം മനസ്സിലാക്കിയ മകനാണെങ്കിൽ തനിക്ക് വേണ്ടി അമ്മ ഇത്രയും നീച പ്രവൃത്തികൾ ചെയ്തതോർത്ത് അമ്മയെ വഴക്കും പറഞ്ഞിട്ട് ആ കുഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അമ്മയ്ക്കാണെങ്കിലോ തന്റെ മകൻ കുറ്റപ്പെടുത്തിയത് സഹിക്കാനായില്ല. അന്ന് രാത്രി ഉറങ്ങുവാനായി കിടക്കുകയാണ് സംഭാജി. കുട്ടിക്കാലത്ത് താൻ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛന് പിറകെ പോകുന്നതൊക്കെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരും. തന്റെ ഭർത്താവിനെ മനസ്സിനെന്തോ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം സംഭാജിയുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. ഭാര്യയാണെങ്കിൽ സംഭാജിയെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഔറംഗസീബ് തനിക്ക് നഷ്ടമായ സ്ഥലത്തേക്കും എത്തി. കൂടെ മകളുമുണ്ട്. ആ സ്ഥലത്തെ തലവനാണെങ്കിൽ എനിക്ക് മാപ്പ് തരണമെന്ന് കെഞ്ചിയിട്ടും അയാൾ സുഖമില്ലാതായിരുന്നിട്ടും മാപ്പ് കൊടുക്കാൻ തയ്യാറാകാത്ത ഔറംഗസീബ് അയാളെ തല്ലും. സംഭാജിയോട് തീർത്താ തീരാത്ത ദേഷ്യമുള്ള ഔറംഗസീബ് ഇനി സംഭാജിയെ ഇല്ലാതാക്കിയിട്ടല്ലാതെ ഞാൻ ഈ കിരീടം ധരിക്കില്ലെന്ന് പറഞ്ഞിട്ട് കിരീടവും ഊരിവെക്കുന്നു. ഉറപ്പായും അച്ഛൻ കിരീടം ധരിക്കുമെന്നും മകൾ പറയുകയാണ്. അങ്ങനെ ഇരിക്കെ ആടുമേയ്ക്കുന്ന കുട്ടിയെ ഒരു കൂട്ടം സൈനികർ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു. അത് മുഗൾ സാമ്രാജ്യത്തിലെ സൈന്യമായിരുന്നു. മരിച്ചത് മറാത്തയിലെ കുട്ടിയും. മുഗൾ സാമ്രാജ്യം മറാത്തയുടെ പലയിടങ്ങളിലായി അക്രമം അഴിച്ചുവിട്ട കാര്യം സംഭാജി അറിയുന്നു. പക്ഷേ സംഭാജിയുടെ കൈവശം കുറച്ച് സൈന്യമല്ലേ ഉള്ളൂ. യുദ്ധം തുടങ്ങുവാനായിട്ടും സംഭാജിയും കൂട്ടരും പ്ലാൻ ചെയ്യും. യുദ്ധത്തിന് മുൻപ് രണ്ടാനമ്മയുടെ അനുഗ്രഹവും വാങ്ങുകയാണ്. ഭാര്യ സംഭാജിക്ക് വേണ്ടി പൂജയും നടത്തുന്നു. അവരുടെ ആദ്യ പ്ലാൻ മരത്തിന് മുകളിൽ കയറ് കെട്ടിയിരുന്ന് സൈന്യത്തെ അറ്റാക്ക് ചെയ്യുക അതായിരുന്നു. അതിലവർ വിജയിച്ചു. മറാത്ത സൈന്യത്തിലെ കുറച്ചുപേരെ മുഗൾ സൈനികർ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി ദ്രോഹിച്ചു. എന്നാൽ സംഭാജിയും ഗ്യാങ്ങും അവിടെ കടന്ന് തന്റെ കൂട്ടാളികളെയും രക്ഷിച്ചു. മുഗൾ സൈനികർ സ്ത്രീകളോട് മോശമായി പെരുമാറിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതുവഴി നടന്നുപോയ കുറെ മുഖം മറച്ച സ്ത്രീകളുടെ സാരി അഴിക്കുവാനായും ശ്രമിച്ചു. യഥാർത്ഥത്തിൽ അത് മറാത്ത സൈനികർ വേഷം മാറി എത്തിയതായിരുന്നു. അങ്ങനെ സാരി ഉടുത്തു വന്ന മറാത്ത സൈന്യം മുഗൾ സൈന്യത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ ഔറംഗസീബിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അയാളെ സാരിയൊക്കെ ഉടുപ്പിച്ച് ഔറംഗസീബിനടുത്തേക്ക് അയക്കും. അത് കാണുന്ന ഔറംഗസീബിന് വല്ലാതെ ദേഷ്യം വരും. തന്റെ കൂട്ടാളിയാണ്, തനിക്ക് പ്രിയപ്പെട്ട ആളാണ് എന്നൊന്നും ഓർക്കാതെ ഔറംഗസീബ് ആണെങ്കിൽ അയാളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അക്ബർ ആണെങ്കിൽ സംഭാജിയോട് നന്ദിയും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അതേസമയം സംഭാജിയെ കാണുവാനായിട്ട് ഒരാൾ വരും. സംഭാജിയുടെ അമ്മാവൻ മരണപ്പെട്ടിരിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് യുദ്ധം ചെയ്യവെയാണ് മരണപ്പെട്ടതും. ആ കാര്യം അറിഞ്ഞ് സംഭാജിക്കാണെങ്കിൽ താങ്ങാനായില്ല. തന്നെ സൈന്യത്തിലേക്ക് കൊണ്ടുവന്നതും യുദ്ധമുറകളെല്ലാം പഠിപ്പിച്ചതും അമ്മാവനാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മാവനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയാണ് സംഭാജി. മാത്രവുമല്ല സംഭാജിയാണെങ്കിൽ കൊട്ടാരത്തിലേക്ക് വരുന്നുമുണ്ട്. കുറച്ചു സമയം തന്റെ ഭാര്യയോടും മക്കളോടും ചിലവഴിക്കാനാണ് സംഭാജി എത്തുന്നതും. സംഭാജിക്ക് ഒരു മകനും മകളുമാണുള്ളത്. അത് കഴിഞ്ഞ് യുദ്ധത്തിനായി പുറപ്പെടുന്ന സംഭാജിയോട് സംഭാജിയുടെ സഹോദരനുണ്ടല്ലോ രണ്ടാനമ്മയുടെ മകൻ, താനീ യുദ്ധത്തിനായിട്ട് വരട്ടെ എന്ന് ചോദിക്കും. എന്നാൽ സംഭാജിയാണെങ്കിൽ അതിനനുവദിക്കില്ല. ഈ കൊട്ടാരത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നും തന്റെ സഹോദരനോട് പറഞ്ഞിട്ടാണ് സംഭാജി അവിടെ നിന്ന് പോകുന്നതും. പോകുന്നതിന് മുൻപ് തന്നെ ഭാര്യയോട് യാത്ര പറയും. എന്നാൽ ഭാര്യയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. സംഭാജിക്കാണെങ്കിൽ ഇനി പോയി കഴിഞ്ഞാൽ തിരികെ വരുമോ എന്ന് തന്നെ ഉറപ്പില്ല. എന്നാലും ഭാര്യ ആ ഒരു വിഷമമോ ഭയമോ മുന്നിൽ കാണിക്കാതെ തന്നെ സംഭാജിയെ നല്ല ധൈര്യത്തോടു കൂടി അവിടെ നിന്ന് പറഞ്ഞുവിടും. സംഭാജിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്. അതേസമയം എല്ലാവരും ഉറങ്ങുവാനായി കിടക്കുന്നു. എല്ലാ സൈന്യത്തോടൊപ്പം റെഡിയായി ഇരിക്കുകയാണ് യുദ്ധത്തിനായി. എന്നാലും അവർ പ്രതീക്ഷിക്കാതെ തന്നെ അവരുടെ താമസ സ്ഥലത്തേക്ക് ആരൊക്കെയോ വരുന്നതായി അവർക്ക് തോന്നും. സംഭാജി നോക്കുന്ന സമയത്ത് അത് മുഗൾ സൈന്യമായിരുന്നു. അവർക്കൊന്ന് റെഡിയാകുവാൻ പോലും സമയം കൊടുക്കാതെ അവിടെ മാകെ ആക്രമിക്കുകയാണ്. സംഭാജിയുടെ സൈനികരെയെല്ലാം മുഗൾ സൈന്യം കൊന്നുകളയുന്നു. അവിടെ മാകെ ചോരപ്പുഴ ഒഴുകി. എന്നാലും സംഭാജിയും കൂട്ടുകാരനായ കലേഷും കൂടി എങ്ങനെയൊക്കെയോ പോരാടി പിടിച്ചു നിൽക്കുവാനായി ശ്രമിക്കും. പക്ഷെ കഴിയുന്നില്ല. അവസാനം കലേഷിനെയും സംഭാജിയെയും മുഗൾ സൈന്യം പിടിച്ചു കെട്ടുകയാണ് ചെയ്തതും. സംഭാജിയെ മുഗൾ സൈന്യം കൈകലാക്കിയ കാര്യം ഭാര്യ അറിയുന്നു. അവൾക്ക് വല്ലാത്ത ഭയം വരികയാണ്. എന്നാലും ഒരുവിധം ധൈര്യത്തോടു കൂടി നിൽക്കും. അങ്ങനെ സംഭാജിയെ മുഗൾ സൈന്യമാണെങ്കിൽ ഔറംഗസീബിനടുത്തേക്ക് കൊണ്ടുപോകും. സംഭാജിയാണെങ്കിലോ എല്ലാവരും ചേർന്ന് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന സംഭാജിയെ കാണുന്ന ഔറംഗസീബാണെങ്കിൽ തന്റെ കിരീടം ധരിക്കുവാനായും തീരുമാനിക്കുന്നു. സംഭാജിയെ അത്രയും ദ്രോഹിച്ചിട്ട് പോലും സംഭാജിയുടെ മുഖത്ത് യാതൊരുവിധ വിഷമമോ ഭയമോ ഒന്നും തന്നെയില്ല. ആരെയും പേടിക്കാതെ ധൈര്യവാനായി തന്നെ നിൽക്കുകയാണ്. അത് കാണുന്ന ഔറംഗസീബാണെങ്കിൽ കിരീടം വെക്കുവാനായിട്ടും തയ്യാറാകുന്നില്ല. എപ്പോൾ ഇവന്റെ മുഖത്ത് ഭയം വരുന്നോ അപ്പോൾ മാത്രമേ ഞാൻ കിരീടം ധരിക്കുമെന്നും തീരുമാനിക്കും. എന്നാൽ അത് കേട്ട കലേഷ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് സാധ്യമാകില്ല. സംഭാജിയുടെ മുഖത്ത് ഒരിക്കലും ഭയം വരത്തേയില്ലെന്നും കലേഷ് പറയും.
സംഭാജി അവർ ഒരുപാട് ദ്രോഹിക്കുന്നു. സംഭാജിയുടെ ദേഹത്ത് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുകയാണ്, അതും വെട്ടി മുറിവുണ്ടാക്കുകയാണ് ചെയ്യുന്നതും. എന്നിട്ടും യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. മാത്രവുമല്ല, ഔറംഗസീബ് ആണെങ്കിൽ സംഭാജിയുടെ നഖമെല്ലാം പിഴുതെടുക്കുവാനായും പറയുന്നു. ഒരു വേദന പോലും സംഭാജി പ്രകടിപ്പിക്കുന്നതേയില്ല. അതെല്ലാം കണ്ടുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങളെല്ലാം പറയുന്നത് ഇവൻ എന്ത് മനുഷ്യനാ എന്നൊക്കെയായിരുന്നു. ഇത്രയും സംഭവിച്ചിട്ട് പോലും സംഭാജി യാതൊന്നും പ്രതികരിക്കുന്നതേയില്ല. ധൈര്യവാനായി തന്നെ നിൽക്കുന്നു. അത് കാണുന്ന ഔറംഗസീബ് ആണെങ്കിൽ കലേഷിനെ കൊന്നു കളയുവാനായും പറയും. സംഭാജിയുടെ മുന്നിൽ വെച്ചാണ് കലേഷിനെ കൊന്നു കളയുന്നതും. എന്നിട്ട് പോലും സംഭാജിയാണെങ്കിൽ യാതൊന്നും പ്രതികരിക്കുന്നില്ല. ധൈര്യവാനായി തന്നെ നിൽക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് കൊട്ടാരത്തിലാണെങ്കിൽ ഭാര്യ സംഭാജിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പൂജ നടത്തും. കരഞ്ഞുകൊണ്ടാണ് അവൾ ആ പൂജ നടത്തുന്നത് പോലും. മറ്റൊരു വശത്ത് സംഭാജിയുടെ മുറിവിലെല്ലാം അവർ ഉപ്പു തേക്കുന്നു. എന്നിട്ടും യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ല. കണ്ണിനാണെങ്കിൽ ഇമ വെട്ടുന്നത് പോലുമില്ല. അക്കാര്യമാണെങ്കിൽ ഔറംഗസീബിനോട് പറയും. അപ്പോൾ ഔറംഗസീബ് പറയുന്നത് അവന്റെ 2 കണ്ണുകളും കുത്തിയെടുക്കുവാനായിട്ടാണ്. എന്നാൽ അതേ സമയം തന്നെ ഭാര്യയ്ക്ക് സംഭാജിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം സംഭാജിയുടെ കണ്ണുകളാണെന്ന് പറഞ്ഞതും ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ പഴിപ്പിച്ചൊരു കമ്പിയാണെങ്കിൽ സംഭാജിക്ക് അടുത്തേക്ക് കൊണ്ടുവന്ന് 2 കണ്ണുകളും കുത്തിയെടുക്കുന്നു. എന്നാലും യാതൊരുവിധ വ്യത്യാസവുമില്ല. ഒരു വേദന പോലും പ്രകടിപ്പിക്കുന്നില്ല. ധൈര്യവാനായി തന്നെ നിൽക്കുന്നു. അത്രയ്ക്കും മനധൈര്യം സംഭാജിക്കുണ്ടായിരുന്നു. അതെല്ലാം ശ്രദ്ധിക്കുന്ന ഔറംഗസീബ് ആണെങ്കിൽ സംഭാജിക്ക് അടുത്തെത്തി വളരെ സൗമ്യമായിട്ട് ഞങ്ങളുടെ ടീമിലേക്ക് വരുമോ, മതം മാറാനായി പറ്റുമോ എന്നൊക്കെ സംഭാജിയോട് ചോദിക്കും. എന്നാൽ സംഭാജി അതിന് മറുപടിയായി പറയുന്നത്, എന്റെ ടീമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെ മതം മാറേണ്ട ആവശ്യമില്ല, അവിടെ പ്രവർത്തിക്കുകയാണ് വേണ്ടതെന്നും സംഭാജി പറയുന്നു. അത്രയും ഔറംഗസീബ് താഴ്ന്നു സംസാരിച്ചിട്ട് പോലും സംഭാജിക്കാണെങ്കിൽ യാതൊരുവിധ മാറ്റവുമില്ല. ധൈര്യത്തോടു കൂടിയാണ് നിൽക്കുന്നതും. അതെല്ലാം കാണുന്ന ഔറംഗസീബിനും ബാക്കിയുണ്ടായിരുന്ന കൂട്ടർക്കും വല്ലാതെ ദേഷ്യം വരികയാണ്. അതുകൊണ്ട് തന്നെ ഔറംഗസീബ് ആണെങ്കിൽ സംഭാജിയെ വീണ്ടും ഉപദ്രവിക്കുവാനായും പറയുന്നു. അങ്ങനെ സംഭാജിയാണെങ്കിൽ ഒരുപാട് സൈനികർ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് സംഭാജിയുടെ ഭാര്യ നടത്തുന്ന പൂജ അവസാനിക്കുകയാണ്. മാത്രവുമല്ല, പുതിയ രാജാവായിട്ട് സംഭാജിയുടെ സഹോദരനും അധികാരം ഏൽക്കുകയാണ്. തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ആ വിവരമാണെങ്കിൽ ഒരാൾ വഴി ഔറംഗസീബ് അറിയുകയാണ്. ഔറംഗസീബിന് വല്ലാതെ ദേഷ്യം വരും. വീണ്ടും അവരുടെ പരമ്പര നിലനിൽക്കുന്നല്ലോ, ആ ഒരു പരമ്പരയെ ഇല്ലാതാക്കാനായും തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ആ ഒരു വിവരം പറഞ്ഞ ആളിനെ ഔറംഗസീബ് കൊന്നുകളയുന്നു. എന്നിട്ട് എന്തൊക്കെയോ ഉച്ചത്തിൽ നിലവിളിക്കും പോലെയൊക്കെ ഔറംഗസീബ് സംസാരിക്കുന്നു. എന്നിട്ട് ഔറംഗസീബ് ചിന്തിക്കുന്നത്, സംഭാജിയെ പോലെ ഒരു മകൻ തനിക്കുണ്ടായിരുന്നുവെങ്കിൽ താൻ ഈ ലോകം തന്നെ കീഴടക്കും എന്നായിരുന്നു. ആരാലും തോൽപ്പിക്കാനാകാത്ത അത്രയും ധീരനായ മനുഷ്യനായിരുന്നു സംഭാജി. അവസാനം സംഭാജിയെ കെട്ടിത്തൂക്കി കൊല്ലുന്നതും കാണിച്ചുകൊണ്ട് സിനിമ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.